ബാക്ക് ടു സ്റ്റാർ സിംഗർ സീസൺ 10. ചേച്ചി നമ്മളിപ്പോഴും നമ്മുടെ ആൽബം ഡിവറ്റ് റൗണ്ടിൽ തന്നെയല്ലേ? അതെ, ആൽബം സോങ്സും ഡിവറ്റ് സോങ്സ് റൗണ്ടിലാണ്. എല്ലാവരെയും വീണ്ടും ഓർമ്മിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിംഗ് ലെവലൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കി മുന്നോട്ട് പോകുന്നത് നമ്മുടെ റോഡ് ടു ഫിനാലയിലാണ്. നമ്മളിപ്പോഴും റോഡ് ടു ഫിനാലെ എന്ന് പറയുമ്പോൾ വി ആർ ഗെറ്റിംഗ് ക്ലോസർ ടു ദ ക്ലൈമാക്സ്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോൾ ഇനിയും ഈ 8-ൽ ഇനിയും ഒരു സെലക്ഷൻ പ്രോസസ് ഉണ്ടാവും. കുറച്ചുകൂടി നമ്മുടെ ഗ്രൂപ്പ് ചെറുതാവും. അപ്പോൾ അതെങ്ങോട്ട് എത്തും എന്നൊക്കെ ഉള്ളത് അറിയുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാം അല്ലേ? സോ വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. നമുക്കിന്ന് നമ്മുടെ ഇവിടെ അതിഥികളായിട്ട് എത്തുന്നത് നല്ല പാചക നൈപുണ്യമുള്ള ആൾക്കാരാണ്. അവരെ നയിക്കുന്ന ഒരാളും കൂടെ വരുന്നുണ്ട്. ശരിക്കും ഇന്നിപ്പോൾ ഹോട്ട്സ്റ്റാറിലെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിരിക്കുന്നത് ഒരു കുക്കിംഗ് ഷോ ആണ്. കോമഡി കുക്സ്. ആ ചേച്ചി പറഞ്ഞല്ലോ കോമഡി കുക്സ്. അതിനെ നയിക്കുന്ന 2 ഷെഫുമാരും അത് ആ ഷോ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ 3 പേരെയും സ്വാഗതം ചെയ്യാം. കോമഡി കുക്സ് അഗൈൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഷോസിലൊന്ന്. നിങ്ങൾ അതിനകത്ത് ഡിസൈൻ ചെയ്യണ ചില ഗെയിമുകൾ വെച്ച് ഞാൻ പറയാം ഭയങ്കര ക്രൂരതയാണ് നിങ്ങൾ. പിള്ളച്ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ജഡ്ജസ് ആണല്ലോ. അവിടെ ഒരാള് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ പണി കൊടുക്കുന്ന ആളാണ്. അതെ, എങ്ങനെയാണ് ഷോ? ആദ്യം ഷെഫ് നളൻ പറയൂ, എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം. സ്റ്റാർ സിംഗർ ഒരു പൊളി പ്രോഗ്രാമാണ്, അടിപൊളിയാണ് കേട്ടോ. പാടി തകർക്കുകയാണ്. പ്രത്യേകിച്ചും നിങ്ങളെല്ലാവരും. ചിത്ര ചേച്ചിയെ ഞാൻ ഗൾഫിൽ വെച്ച് SPBയുടെ പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പാണ്. അതേപോലെ വിത്തുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ബട്ട് ഐ യൂസ് ടു ലിസൺ ടു യുവർ സോങ്സ്. ആക്ച്വലി ഇറ്റ്സ് വെരി നൈസ്. പിന്നെ സിതാരജി വലത്താട്ട് മറിയിക്കുന്ന വിളിച്ച ചേച്ചിന്നല്ല കേട്ടോ. ഷെഫിനോട് കുറെ ഡൗട്ട്സ് നമുക്ക് ചോദിക്കാറുണ്ടല്ലേ. ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്, ഇന്റർവ്യൂസ് കാണുമ്പോഴേ നമുക്ക് വിശക്കും അതേ സംസാരിക്കുന്നത്. ചേച്ചി തേങ്ങാപ്പാലിന്റെ ആണോ? ഒന്നും പറയണ്ട, എന്താണേലും പറയാം. കുറച്ച് തേങ്ങാപ്പാലിട്ടാ മതി. കൂടെ പണിക്ക് കൊണ്ടുപോകും. അത് കഴിയുമ്പോ കുറച്ച് സിൽവറിഷ് ബ്ലൂയിഷ് കളറിൽ നമുക്ക് നമ്മുടെ ഡിഷ് സെറ്റ് ആവും. ഇവിടെ വന്നത് എനിക്ക് പണി തരാനാണോ? അല്ലല്ല, വീണ്ടും ഇവിടേക്ക് വന്നതിൽ വലിയ സന്തോഷം. എനിക്കും ഒരുപാട്. ഞാൻ ഈ സീസൺ 1 മുതൽ ഇത് കാണുന്ന ഒരാളാണ്. അതിനെക്കാട്ടിലുപരി എൻ്റെ ചിത്ര ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഷെഫ് ആയതിനു ശേഷം ആദ്യമായിട്ട് സെർവ് ചെയ്തൊരു സെലിബ്രിറ്റിയാണ്. 1995 കോഴിക്കോട് ഈ മാനാഞ്ചിറയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ അന്ന് ഡിന്നറിന് ഫുള്ള് ഫാമിലി ആയിട്ട് വന്നു. ചേച്ചിക്ക് അത് ഓർമ്മയുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഇത് പറയും. അപ്പോൾ ഫുള്ള് ഫാമിലി ആയിട്ട് വന്ന് അന്ന് ഞാൻ വെയിറ്ററുമാണ് ഷെഫുമാണ്. അപ്പോൾ ഇവര് ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് സർവീസ് എടുത്തു, കാണണമല്ലോ, അങ്ങനെ കണ്ടു. അങ്ങനെ ഫുഡ് പത്ത് സർവീസ് ചെയ്തു. ഒരു 400 രൂപ ടിപ്പും തന്ന ഒരാളാണ്. ആ ടൈമില് 400 റുപ്പീസ്. അപ്പൊ അത് വലിയൊരു 8 പേരുടെ ഒരു ടേബിൾ ആണ്. ഇത് ഇപ്പൊ കൊടുക്കില്ല 400 ട്വിങ്കിളെ എല്ലാവർക്കും നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട്. ട്വിങ്കിളിന്റെ പണി നന്നായിട്ട് എന്നെയാണ് സൈക്കോ എന്ന് വിളിക്കുന്നത്. ആക്ച്വൽ സൈക്കോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ട്വിങ്കിളിന്റെ കണ്ണുകളിൽ. എനിക്കറിയാം ഇതിന്റെ പുറകിൽ ഒരു ടീം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി. ഇവര് കഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരുപാട് ചിരിക്കുന്നുണ്ടോ? ആക്ച്വലി അതില് പൂക്കിയായിട്ട് ഡെയിനും മീനാക്ഷിയും ഒക്കെ നിൽക്കുന്ന പോലെ നിൽക്കാനാണ് എന്നെ ആദ്യം ഇന്റർവ്യൂവിന് വിളിച്ചത്. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഒരു ആളുടെ ക്യാരക്ടറൊക്കെ തന്ന മാനറിസംസ് ആണോ ബോഡി ലാംഗ്വേജ് ആണോ, എങ്ങനെയാണ് അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുക? അപ്പൊ ഞാനിരുന്ന് തള്ളി ഇന്റർവ്യൂല് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, സൗണ്ട് മാറ്റും അത് മാറ്റും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് ആങ്കറിന്റെ ഒരു ഓപ്ഷനിലേക്കും കൂടെ ട്വിങ്കിളിനെ നോക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈശ്വര പണി എളുപ്പമായി. അവിടെ ചെന്ന് പൂക്കീസ് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാനൊക്കെ എത്ര സേഫ് സോണിലാണ് അവിടെ നിൽക്കുന്നതെന്ന്. ലൈക്ക് അവർക്കാണ് ഹ്യൂജ് കയ്യടി. ഈവൻ കുക്സ് ഇതിന്റെ ഇടയിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ പൂക്കീസ് ഓരോ ദിവസം ഓരോ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ട് അതിനെ വിശ്വസിപ്പിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് കോമഡി പറയാ ഇസ് നോട്ട് എളുപ്പം. ഓക്കെ, അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇവരെ ഇരുത്തിയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ആൽബം സോങ് ഡ്യുവറ്റ് റൗണ്ട് ആണ്. ആദ്യമേ നമ്മുടെ ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു വലിയ കൈഡിയോടുകൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് തൽക്കാലം പാചകമല്ല, പാചകമാണ്. അതെ, ആദ്യമായിട്ട് സിംഗിൾ പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഗുരുകുലമാണോ ആദ്യം പാട്ട് പാടുന്നത്, അതോ കോൺവെന്റ്? പറ, ആരാണെന്ന് പാടാൻ വരുന്നത്? ഇന്ന് വൈശാഖനാണ് വരുന്നത്. വെൽക്കം ബാക്ക് വൈശാഖ്.
ഇപ്പോഴും ഹണിമൂൺ നടന്നിട്ടില്ലല്ലോ. പോയി ചെറുതൊന്ന് വൈശാഖ് യാത്ര പോയി. ചെറിയ അതാ ചോദിച്ചത്. എങ്ങോട്ട്? ഗോവ. ഗോവേ? അത് അവൻ പറയട്ടെ. ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. വൈശാഖ് അപ്പം ഹണിമൂൺ ചെറിയ ഹണിമൂൺ നടന്നു. ചെറുതെന്ന് പറയുമ്പോൾ ഗോവയിലോ? അവിടെ പോയില്ലെങ്കിൽ നിക്കിടിച്ച് എങ്ങനെയുണ്ട് ഗോവയില്? കൊള്ളാമോ? നിക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ പോയേ പറ്റുള്ളൂ അല്ലേ? പ്രശ്നമില്ല. സ്പെഷ്യലായിട്ട് പോയതാ. സ്പെഷ്യൽ. അങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചു. സൂപ്പർ. ഇനി സമാനത്തോടുകൂടി പാടാം. എനിക്ക് വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നു, കാടെങ്കിൽ കാട്, ബീച്ചെങ്കിൽ ബീച്ച്, പോയല്ലോ എന്നൊക്കെ. സ്റ്റോറി ഇട്ടുണ്ടപ്പോ ഞാൻ ഈശ്വര വകാരം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമുക്കായിരുന്നു ശാപം. അതെ. അപ്പൊ സ്റ്റാർ സിംഗർ കുടുംബം അഭിമാനിക്കുന്നു താങ്കളുടെ ഹണിമൂണിൽ. ഹണിമൂൺ കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. ഏതാ പാട്ട്? അതെ, ഏതാ പാട്ട്? ഞാൻ ഓർമ്മയ്ക്കായി ഇനിയൊരു അഗൈൻ ക്ലാസിക് ആൽബം സോങ് ഓർമ്മയ്ക്കായി അല്ലേ? ഫേവറേറ്റ്. ആ സമയത്ത് 3 ആൽബം അങ്ങനെയാണ്. നിനക്കായി അല്ലേ, ഓർമ്മയ്ക്കായി. ബ്യൂട്ടിഫുൾ. സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാഗസാന്ദ്രമാം ഹൃദയഗീതം എൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാഗസാന്ദ്രമാം ഹൃദയഗീതം എൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം കുറിക്കുവാൻ കാമിനിയായി ഓമനിക്കാൻ എൻ്റെ മകളായി കവിത കുറിക്കുവാൻ കാമിനിയായി ഓമനിക്കാൻ എൻ്റെ മകളായി വാത്സല്യമേകുവാനമ്മയായി നീ നേർവഴി കാട്ടുന്ന തോഴിയായി സ്പന്ദനം പോലും നിൻ സ്വരരാഗലയ ഭാവതാളമായി അറിഞ്ഞതല്ലേ നീ അറിഞ്ഞതല്ലേ ഓർമ്മയ്ക്കായി നീ ഒരു സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം
ചേർന്നു ഒന്നിനുമല്ലാതെ എന്തിനു വേണ്ടി നാം എന്നോ ഒരു നാളിലൊന്നു ചേർന്നു ഒരിക്കലും അകലരുതേ എന്നാശിച്ചു ഹൃദയത്തിലായിരം ചോദ്യങ്ങളിനിയും അറിയാതെ പറയാതെ ബാക്കി വച്ചു നമ്മളെല്ലാ പ്രതീക്ഷയും പങ്കുവച്ചു ഓർമ്മയില്ലേ നിനക്കോർമ്മയില്ലേ സ്നേഹഗീതം ആദ്യമായി പാടുമെന്നാത്മഗീതം നിനക്കായി കരുതിയൊരിഷ്ടഗീതം രാഗസാന്ദ്രമാം ഹൃദയഗീതം എൻ പ്രാണനിൽ പിടയുന്ന വർണ്ണഗീതം നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതം. ഒരു 10-15 വർഷം പിറകിലോട്ട് കൊണ്ടുപോയി അവിടെ ഇരുന്നു നമ്മൾ ആലോചിച്ചിട്ട് കുറച്ചു നേരം. എന്ത് രസമായിരുന്നു, ഭയങ്കര സോൾഫുൾ ആയിട്ട് പാടിയിട്ട് ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. ഇനി ബാക്കിയൊക്കെ അവർ പറയട്ടെ, ചേച്ചി പറയട്ടെ. ഒന്നും പറയാനില്ല, നല്ല അസലായിട്ട് തന്നെ, വളരെ സോൾഫുൾ ആയിട്ട് തന്നെ പാടി. ആ ചില പോർഷൻസ് ഒക്കെ ശരിക്കും നമുക്കിങ്ങനെ രോമാഞ്ചം വരുന്ന പോലെ ലെവലിൽ തന്നെ പാടിയിരുന്നു. ആകെ ചെറുതായിട്ട് പോയെന്ന് തോന്നിയ സ്ഥലം സ്വരരാഗ ലയ താളഭാവം, അവിടെ മാത്രം ഒന്ന് ചെറിയൊരു ചളുങ്ങൽ, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സൂപ്പർബായിട്ട് പാടി. God bless you. Thank you. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ട് പാടി വൈശാഖൻ. ഭയങ്കര ഇതിൻ്റെ ആ എൻ്റെ ചെയ്യുന്നില്ലേ വരികളൊക്കെ, അവിടെ ഒരു അതൊക്കെ ഭയങ്കര പ്രയാസം ആക്ച്വലി നിർത്തും. അത് നല്ല ഭംഗിയായിട്ട് കൺക്ലൂഡ് ചെയ്തു എല്ലാ സ്ഥലവും. ഒന്നാമത് നല്ല ശ്വാസത്തിന് സ്വാധീനമുള്ള ആളാണ് വൈശാഖൻ, ടച്ച് വിട്ടത് അങ്ങനെ ഇരിക്കട്ടെ. ആകെ 2 സ്ഥലം തോന്നി, ഒന്ന് ലയഭാവമായെന്നുള്ള, പിന്നെ എന്തിനോ വേണ്ടി നാം എന്നുള്ള സ്ഥലമല്ലേ, അവിടെ ഒരു ചെറിയൊരു ഇത് തോന്നി. ബാക്കിയൊക്കെ സെറ്റ്. വൈശാഖന്റെ മാർക്സ് ആൽബം സോങ് റൗണ്ട് റോഡ് ടു ഫിനാലെ. കൃഷ്ണശ്രീയുടെ അടുത്ത് വരണം. അപ്പോ തീർച്ചയായും കൃഷ്ണയെക്കാളും ഇത് കുറവാണ്, ഗോൾഡൻ സ്റ്റാർ കുറവാണ് വൈശാഖൻ അല്ലേ. അപ്പോ അതുകൊണ്ടാണ് 5, അല്ലെങ്കിൽ ഒരേ മാർക്സ് ആണ്. 3ഉം 4ഉം 5ഉം ഒരേ മാർക്സിലാണ് നിൽക്കുന്നത്. തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡൻ സ്റ്റാറിന്റെ എണ്ണം വെച്ചിട്ടാണ് അവിടെ മാറ്റം വരിക. അതുകൊണ്ടാണ് 5ൽ നിൽക്കുന്നത്. അടിപൊളി വിഷയം, അടിപൊളി. 100 എപ്പിസോഡിന്റെ നിറവിൽ നിൽക്കുകയാണ് നമ്മൾ ഇവിടെ. ഇന്ന് നിങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ഗസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ജഡ്ജസ് ആണെങ്കിലും ഒപ്പം ഈ മെന്റേഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ ഈ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കുടുംബമായിട്ടാണ് സ്റ്റാർ സിംഗർ സീസൺ 10 മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഈ യാത്രയുടെ ഇടയിൽ നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാ ഇപ്പൊ കൃഷ്ണശ്രീയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് ജോയിൻ ചെയ്തതാണ്. 1 വർഷമായിട്ട് സ്കൂളൊന്നും പോവാതെ നാടിലും പോവാതെ കുറെ കാലമായി സ്കൂളിൽ പോകട്ടെ. കഴിഞ്ഞില്ലേ? പ്ലസ് 2 എക്സാം ഒക്കെ കഴിഞ്ഞോ? അതിപ്പം അടുത്ത എക്സാം എന്നാ അടുത്ത മാർച്ചില്. എങ്ങനെ ഇവിടത്തെ ഈ ഒരു യാത്ര, ഈ കഴിഞ്ഞ 1 വർഷമായിട്ടുള്ള ഇവിടത്തെ യാത്രയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല സൂപ്പർ ആയിരുന്നു. ആണോ? നല്ല ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു. ഇവിടത്തെ ഏറ്റവും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് എപ്പോഴും ചിരിക്കുന്ന മെമ്മറി ഏതാ? അതൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ബെല തന്നെയാണോ പറയുന്നത്? കളിയെല്ലാം കാണാൻ തുടങ്ങി. ഫേവറേറ്റ് ടീം ഏതാ? പോർച്ചുഗൽ.
പോർച്ചുഗൽ. ആരാ പോർച്ചുഗലിലെ ഫേവറേറ്റ് പ്ലെയർ? മെസ്സി തന്നെയല്ലേ? റൊണാൾഡോ. റൊണാൾഡോ അല്ലാണ്ട് പോർച്ചുഗലിലെ വേറെ ഒരു പ്ലെയർ ആരായിരിക്കും? വാമോസ്. തീർച്ചയായിട്ടും ഏറ്റവും ഫൺ മെമ്മറി എന്താ ഇവിടുത്തെ? ഒരു ദിവസം ഞാനും കൃഷ്ണയും ശിവയും സൂര്യനും കൂടെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പം ഇവനങ്ങനെ വിളിക്കായിരുന്നു. അപ്പം കൃഷ്ണയും ഞാനും ശിവയും കൂടെ ഇവനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേതത്തിനെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോസ്റ്റിന്റെ ഒച്ചയും ഞങ്ങൾ ഒളിച്ചിരുന്ന് ലൈറ്റൊക്കെ ഓഫാക്കി സെറ്റായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ഇവൻ ഇങ്ങനെ റൂമിൽ വന്ന് കൊട്ടിയപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഓണാക്കി. പക്ഷെ ഇവൻ പേടിച്ചൊന്നുമില്ല, പോടിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ലൈറ്റ് ഓണാക്കി. ഞങ്ങളെല്ലാവരും ചമ്മി. അപ്പൊ കൃഷ്ണ വെച്ച് അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്താ നിനക്ക് തീരെ പേടിയില്ലാത്ത എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പൊ അവൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് കുറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, എനിക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കുറെ ഉണ്ട്. അപ്പൊ ഇവൻ ഏതോ അമ്പലത്തിൽ പോയി. അപ്പൊ രാത്രി പുലർച്ചെ അവന് ഉറക്കം വന്നില്ല. അങ്ങനെ ഇവൻ 4 മണിയാണ്. ആ സമയത്ത് അമ്പലത്തിന്റെ ആൽത്തറയില്ലേ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇവൻ ഒറ്റയ്ക്ക്. അപ്പൊ ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തോ ഒരു ഉരുണ്ട സാധനം ഇങ്ങനെ പോയി ചുറ്റന്ന് ഒരു ഗോളം. 13-ാമത്തെ വയസ്സിലാ? അല്ലേ? അപ്പൊ ഇങ്ങനെ ഗോളം ഇങ്ങനെ പോയിന്ന്. എന്നിട്ട് ലാസ്റ്റ് ഇവന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. എന്റെ അമ്മേ ഇരുന്ന് തള്ളുന്ന്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിന്റെ കോമഡി എന്താ വെച്ചാൽ അവൻ ഇങ്ങനെ ഇരിക്കാനുള്ള റീസൺ തീർച്ചയായിട്ടും ഓർമ്മയില്ല. അതൊന്നും അവൻ പറഞ്ഞിരുന്നു, ഇതൊന്നും ആരോടും പറയണ്ട. ശരിയാട്ടോ, മെയിൻ കാര്യം തീർത്ത മറന്നു. ഇതാണെന്നും പറയരുത്. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ. ബാക്കി ബ്ലാസ്റ്റിംഗ് മെമ്മറീസ് ഗോളം ഉരുണ്ടിട്ട് അവന്റെ അടുത്ത് പോയപ്പോ അവൻ വിചാരിച്ചു അവൻ ഭയങ്കര ദൈവപുത്രനാണ്, ചൈതന്യമുണ്ട്. അങ്ങനെ പണ്ട് മഹാഭാരതത്തിലൊക്കെ കാണുമ്പോ വരുന്നത് പോലെ ഒരു സാധനം എന്നിട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓർത്തു. അപ്പൊ നമ്മള് വലിയ കാര്യമായിട്ട് ഭയങ്കര അപ്പൊ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയി. ഇവൻ പേടിച്ച് ഓടിയാ. ഇവന്റെ പറച്ചില്ലേ ഉള്ളൂ, തള്ളു മാത്രമേ ഉള്ളൂ, വെറും പേടിത്തോണ്ടാണ്. സത്യല്ലേ? സത്യമാണോ സൂര്യ? ശരിക്കും പറ, സൂര്യയുടെ മുഖത്തെ അധികം എക്സ്പ്രഷൻസ് വരില്ല. ചിരിയാണെങ്കിലും കരച്ചിലാണ്. ഇപ്പൊ കരയാ. സൂര്യ ഇതൊക്കെ സത്യമാണോ? സൂര്യയുടെ അനുഭവ കഥയായിരിക്കുമല്ലോ. ഇല്ല, കുറച്ചൊക്കെ ഒരു പാടത്തിനടുത്തു നിന്ന് ഇങ്ങനെ വന്നു. അത് ലൈറ്റ് ഇട്ട് പോയ വണ്ടി പിടിച്ചു പോയ അവന്റെ മാമൻ ടിപ്പറിന്റെ ഹെഡ്ലൈറ്റ് ആയിരിക്കും. ഇത്തരത്തിൽ ഒരുപാട് പടക്ക കഥകൾ ഇവിടെ നടക്കുന്നുണ്ട്, മനസ്സിലായി. നല്ലതായിട്ട് എല്ലാവരും നല്ല ഗുണ്ടടിക്കുന്നുണ്ടല്ലേ.